ചില ആളുകൾ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അത് എന്നെ പറ്റിയാണെന്ന് തോന്നിയിട്ട് നമ്മൾ പലരും പല രീതിയിൽ മറുപടി കൊടുക്കും, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ അടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും. നമ്മൾ നോക്കണം, അയാൾ പറഞ്ഞ അവസ്ഥയുടെ ചെറിയ ട്രേസ് നമ്മളിൽ എവിടെയോ ഉള്ളത് കൊണ്ട്, അതും പിന്നെ എപ്പോഴോ ചെയ്യാനുള്ള കാര്യങ്ങളാവും, അല്ലെങ്കിൽ എന്തിനോ വേണ്ടിയുള്ള ആഗ്രഹങ്ങളാവും. പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ ആ ആഗ്രഹം നടക്കാനോ നടത്തിക്കാനോ ഒന്നും നമ്മുടെ കയ്യിലുണ്ടാവുകയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യവും നമുക്കില്ല. പക്ഷെ അയാൾ പറഞ്ഞപ്പം നമ്മുടെ ഉള്ളിലത് കൊണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തർ തീരുമാനം എടുത്ത് വെച്ചിന്. അല്ലെങ്കിൽ നമ്മളിലേക്ക് നോക്കിയേ, ഇത് കണ്ട, ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? അപ്പോൾ ഈ നിമിഷത്തിലും ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ആ അവസ്ഥയിലാണോ നമ്മളുള്ളത്? അല്ലല്ല. അപ്പോൾ നമുക്ക് ആ കോമൺ സെൻസ് അവിടെ അപ്ലൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അയാൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരവസ്ഥയിൽ വന്ന് മുട്ടിയപ്പോഴാണ് നമ്മൾ പ്രതികരിച്ചത്. ആ അവസ്ഥ നമ്മളിൽ ഇല്ലാതാക്കിയിട്ട്, കാരണം അത് പ്രതികരിച്ചപ്പോൾ നമ്മൾ നശിക്കുക ചെയ്യണത്. എന്നിട്ടും നമ്മുടെ ശരീരം ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ പ്രവർത്തനത്തിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ആ പ്രതിമ പൊളിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുപെടേണ്ട വല്ല കാര്യമുണ്ടാകും. അങ്ങനെ ഓരോരുത്തരും അവനവൻ ഉണ്ടാക്കിയെടുത്ത് ആ ലേബലെടുത്ത് കളയാൻ മറ്റുള്ളവരും കൂടി സഹായിക്കുമ്പം നമ്മളവരെ ബഹുമാനിക്കുകയല്ലേ വേണ്ടി, അല്ലാതെ അവരുമായിട്ട് അടി വെച്ചിട്ട് പിന്നെയും അടുത്ത ബിൽഡപ്പ് കൊണ്ടുവരില്ലേ.